എല്ലാരും കൂടെ ഒരുമാതിരി കോപ്പിലെ പണി കാണിച്ചോണ്ടല്ലോ. എന്നതാണോ ഇത്ര ചൂട്? ഒലക്കയുടെ മൂട്. വെറുതെ ആളെ നാട്ടിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. നീ കാര്യം എന്നതാണ് പറയണ കുട്ടപ്പായി. എന്നാന്ന് കല്യാണം ഉറപ്പിച്ചു, തേങ്ങാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചർ പെണ്ണ് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എന്നാ കോപ്പാ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ? നീ ആ പെങ്കൊച്ചിനോട് പോയി ചോദിച്ചായിരുന്ന? പിന്നെ ചോദിക്കണ്ടായോ? നശിപ്പിച്ചു. നിന്നോട് ആരേലും പറഞ്ഞോ കേട്ടപ്പെടാ പെണ്ണോട് പോയി ചോദിക്കാൻ? ചേച്ചിയമ്മയും കൂടെ ഇതിന് കൂട്ട് നിന്നല്ല എനിക്ക് സങ്കടം. അപ്പനും ഇച്ചായനും കൂടെ പെങ്കൊച്ചിന്റെ വീട്ടിൽ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോയിരിക്കുക. എടാ, സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേ അവള് വിവരങ്ങൾ അറിയത്തുള്ളൂ. സ്കൂളിൽ ചെന്ന് നേരിട്ട് ആലോചിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഓ, ഇനി ആരും ആലോചിക്കാൻ നിൽക്കണ്ട. അവക്ക് ഈ കല്യാണത്തിൽ താല്പര്യമൊന്നുമില്ല. വേണ്ട വേണ്ടാന്ന് ഞാൻ അപ്പനോട് പലവട്ടം പറഞ്ഞാണ്, കേട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. വെറുതെ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചോണത്തി ഇലയിട്ടേച്ച് ചോറില്ലെന്ന് പറഞ്ഞ പോലെ നേരാന്നോ അപ്പ ഇവനീ പറയുന്നത്? ഈ ബന്ധത്തിന് ഇഷ്ടമല്ലാന്ന് ആ കുട്ടി പറഞ്ഞു കാണൂ. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ആ കുട്ടിയോട് എന്നതാ എന്ന് ചോദിച്ച് എന്നതാ ഉണ്ടായെന്ന് ആർക്കറിയാം. ഈശ്വര, വിവാഹത്തിന് അവനൊന്ന് സമ്മതിച്ചു തന്നപ്പോ ഗതി ഇങ്ങനാണോ? നാളെ ഏതായാലും ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം. എന്റെ ഓഫീസ് മുറിയിൽ ടീച്ചറെ കാണാൻ ഒരു വിസിറ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. സ്കൂള് കഴിഞ്ഞ് ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞു. കുട്ടപ്പായി, കുരുവിളച്ചായൻ റബേക്ക ടീച്ചറെ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. എന്താ ടീച്ചർ വല്ല കുഴപ്പം ഒപ്പിച്ചോ? ഇച്ഛാന്? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. ഇതൊരു സീരിയസ് അപ്രോച്ച് ആണെന്ന് ഞാൻ കരുതിയില്ല. അദ്ദേഹം എന്നെ കളിയാക്കാണെന്ന ധരിച്ചത്. വീട്ടിൽ ചെന്നപ്പോഴ അപ്പച്ചൻ വിവരങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോ ടീച്ചറിന് കുട്ടപ്പായോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ആളറിയാതാണേലും ആദ്യം എന്റെ ഭാഗത്താ തെറ്റുകൾ സംഭവിച്ചത്. പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അല്പം ഗൗരവം നടിച്ചതേ ഉള്ളൂ ഞാൻ. ഇക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ 2 വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടും എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനസ്സാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്റെ അപ്പച്ചൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു ആലോചന വന്നതും അദ്ദേഹം ഇതിന് സമ്മതം മൂളിയതുമെല്ലാം ഭാഗ്യമെന്നേ എനിക്കും പറയാനുള്ളൂ. ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. അപ്പൊ പിന്നെ മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ട് കല്യാണം അങ്ങ് നടത്തേ വേണ്ടു. കാണാം. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോവല്ലേ? കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലൊരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ പറ്റോ? ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം. വിട്ടോ. നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായന്മാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം. നീ എന്നാ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്ന്. എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയും വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെയല്ല. MA കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട. നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു. അവനെ ആലോചിക്കാം. എന്നതാടി നിന്ന് കരയുന്നേ? ഇപ്പൊ നിന്റെ തന്റെ ഇടവും പാചകവും ഒക്കെ എവിടെ പോയി? നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. ഇങ്ങോട്ട് കയറി. എന്നാടി പേടിച്ചു പോയ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പൈലോനും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ.
എന്റെ ചായ സ്കൂൾ അടച്ച് നോമ്പ് തീരാൻ ഇനി എത്ര മാസം കിടക്കുന്നു? നമുക്ക് അതുവരെ കാര്യങ്ങൾ നീട്ടണോ? ദാ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് ചുമ്മാ ജാട കാണിച്ചിട്ട് ഇനി അതങ്ങ് വേഗം നടത്താൻ പറയാനൊക്കൂ. പിന്നെ നോമ്പ് നോറ്റ് കാത്തിരിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഇല്ലടാ സലീമ്. നമ്മുടെ നാട്ടിൽ ഏതാടാ ഈ ബെൻസ്? 2-3 ദിവസം അവന്മാരുടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അത് കൊച്ചിയുടെ ടീമാ. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. PK ഗ്രൂപ്പ് അതാണടാ? ആർക്കറിയാം. PK ഗ്രൂപ്പ്. ആ എന്നെങ്കിലും ആട്ടെ. ആ മുറുക്കാന്റെ കാശ് കൊടുത്ത് വേഗം വാ. ഓ എല്ലായിടത്തും വെക്കടാ. നമസ്കാരം കുട്ടപ്പായി. യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നതോ? എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പേ പൊക്കോണം. കുട്ടപ്പായി, ശത്രുവായാലും ഉമ്മറത്ത് കയറി വരുന്നവരെ അപമാനിക്കരുന്ന് അപ്പം പറയാറില്ലേ? വലിയ മുതലാളി അകത്തുണ്ട്. അല്ല, ഇതാര്? ആയിരങ്ങളുടെ അനിഷേധ്യ നേതാവ് വടക്കേത്തല ശിവദാസനോ? വലിയ വലിയ നേതാക്കന്മാര് തേവക്കാട്ടെ പടിയൊക്കെ കേറുവോ? അത് പിന്നെ കാഴ്ചക്കളെ മുന്നിൽ വെക്കടാ. ഓ തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മുതലാളി, പൊറുക്കണം. പണ്ട് ഒരോളത്തിന്റെ അന്ന് ഇതുപോലെ കാഴ്ചയും വെച്ച് നിന്റെ അച്ഛൻ പുലുക്കണ്ടത്ത് കൊണ്ട് ഒരു സങ്കടം പറഞ്ഞു. 16കാരനായ നിനക്ക് എന്നാങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്ന്. അങ്ങനെ TS നമ്പർ 42 ഈ കാല് തൊട്ട് വന്നിച്ച് നീ അങ്ങ് കല്ലളക്കാൻ കയറി. പിന്നെ വളർന്നപ്പോ പലപ്പോഴും ആ കാല് തന്നെ നീ വാരി, എടോ മൂപ്പിന്നേ തന്നെ ഞാൻ കണ്ടോളാം എന്ന് വരെ പറഞ്ഞു നീ. പഴയതൊക്കെ പറഞ്ഞ് മുതലാളി എന്നെ വിഷമിപ്പിക്കരുത്. സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഒടുക്കത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് അവന്മാര് പറഞ്ഞത് പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടാണോടാ പന്നെ പാലക്കല വഴിവെട്ട് കേസിൽ നീ ഞങ്ങൾക്കെതിരായിട്ട് കള്ളസാക്ഷി പറഞ്ഞേ? നിന്റെ ഈ പീറത്തടി ഇവിടുത്തെ ചോറാന്ന് മറന്നിട്ടാ തേവക്കാട്ടുകാർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിൽ നീ മത്സരിച്ചത്. മത്സരിച്ചെങ്കിൽ എന്താ, ഞാൻ തോറ്റെന്നില്ല കുട്ടപ്പായി. ഓ, നീ തോറ്റെന്നല്ലയോ? ദേവരാലക്കലക്കലുണ്ടല്ലേ? ഡാ, തേവക്കാട്ടുകാർ നിർത്തുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ഇവിടെ ഒരുത്തനും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. വടക്കേത്തല ശിവദാസനല്ല, നിന്റെ അപ്പൻ പുലിക്കണ്ടത്ത് കോരം വന്ന് നിന്നാലും ജയിക്കുകയല്ല. മുതലാളി ചത്തുപോയ എന്റെ അച്ഛന് പറയുന്നത് കേട്ടില്ലേ? ഈ കുട്ടപ്പായുടെ ഓരോ കുസർ. അവന്റെ കൈ വീഴുന്നതിന് മുമ്പ് വന്ന കാര്യം പറഞ്ഞേച്ച് നീ പോകാൻ നോക്ക് ശിവ. അവിടത്തേക്ക് അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ആകെ ഉള്ളതൊരു മോള. നല്ലൊരു കാര്യം വന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചിങ്ങത്തിൽ അതങ്ങ് നടത്തണമെന്നുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ കല്യാണം നടക്കത്തുള്ളൂ. ഉള്ളതൊക്കെ പണയപ്പെടുത്തി ഇച്ചിരി കാശുണ്ടാക്കി ഇപ്രാവശ്യം ഫോറിൻ ലിക്കറിന്റെ ടെൻഡറിനെ വെച്ചാ കൊള്ളാം. ഇപ്രാവശ്യം എനിക്കതൊന്ന് വിട്ടു തന്നൂടെ? കൊള്ളാം. 25 വർഷമായിട്ട് തേവക്കാട്ടുകാർ പിടിക്കുന്ന FLW 116 കൈമണിയായി 2 നേന്ത്രക്കൊല. നിന്റെ ബുദ്ധി കൊള്ളാം. ഇതാ ഒരു കുഴപ്പം. അറിയാതെ ചെയ്താൽ നന്ദി കിടന്ന് പറയും, യാചിക്കാൻ വന്നാൽ ഇതുപോലെ കളിയാക്കുകയും ചെയ്യും. നീ ടെൻഡർ വെക്കുകയോ വിളിക്കുകയോ എന്നാ വേണേലും ചെയ്തോ, വിട്ടുതരണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അയ്യോ, വലിയ മുതലാളിയോട് മത്സരിക്കാനോ? ഞാനോ? നന്ദികേട് കാണിക്കത്തില്ല വടക്കത്തില്ല. പെങ്കൊച്ചിന്റെ കല്യാണക്കാരൻ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാ. വേണ്ട, ഞാൻ വിളിക്കുന്നില്ല. അവിടെ നിന്ന് ഒരു 10 ലക്ഷം രൂപ തന്നാ ഞാൻ അങ്ങ് മാറിയേക്കാം. അപ്പന്റെ മുമ്പിൽ നിന്ന് വില പേശുന്ന ഇറങ്ങി പോടാ പന്ന. വേണ്ട, തേവക്കാട്ട് വന്ന് കൈനീട്ടിയ വാരിക്കൊരു തരുന്നത് കേട്ടിട്ടുണ്ട്. വലിയ കള്ളുകച്ചവടക്കാരനാണെന്നും വേണ്ടിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണക്കാരെ ആലോചിച്ചപ്പോ അങ്ങനെ പലരും ചിന്തിച്ചതേ ഉള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിക്കോട്ടെ, എനിക്കൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ മുറ്റത്ത് വരത്തുമില്ല. ഞാൻ പോവാ മുതലാളി. നിക്കടാ അവിടെ. നിന്റെ ടെൻഡർ പേടിച്ചിട്ടോ കള്ളക്കണ്ണീര് കണ്ടിട്ടോ ഒന്നുമല്ല, ഒരു പെങ്കൊച്ചിന്റെ കാര്യമായതുകൊണ്ടാ. എടാ കുട്ടപ്പായി, ഓ, ആ മൂന്നാറിൽ വന്നതിന് ഒരു 2 ലക്ഷം എടുത്തു കൊടുത്തേര്. അപ്പ ഇവൻ പോട്ടടാ. FLW 116 ലേലം ആരംഭിക്കുകയാണ്. ഓഫ്സെറ്റ് പ്രൈസ് 50 ലക്ഷം രൂപ. തേവക്കാട്ട് 75 ലക്ഷം രൂപ. FLW 116 തേവക്കാട്ട് 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. 1 കോടി രൂപ. വടക്കേത്തല ശിവദാസ് 1 കോടി രൂപ. 1 കോടി 25 ലക്ഷം രൂപ. തേവക്കാട്ട് 1 കോടി 25 ലക്ഷം രൂപ. 1 കോടി 50 ലക്ഷം. ഹലോ,
ഉണ്ടല്ലോ കൊടുക്കാം. ഈ ചായ ക്ലീറ്റസാ. എന്നാടാ കുട്ടപ്പായി ചായ ലേലം നമുക്ക് പിടിക്കാൻ പറ്റും തോന്നണില്ല. എന്നാടാ നീ പറയുന്നേ? ആ വടക്കേത്തിലെ ശിവദാസ് ചതിച്ച ചായ. 1,75,00,000. തേവക്കാട്ട് 1,75,00,000 രൂപ. 2 കോടി. വടക്കേത്തല 2 കോടി രൂപ. 2,10,00,000. തേവക്കാട്ട് 2,10,00,000 രൂപ. 2,50,00,000. വടക്കേത്തല 2,50,00,000 രൂപ. വടക്കേത്തല 2,50,00,000 രൂപ. വടക്കേത്തല 2,50,00,000 രൂപ. വേണ്ട, വിട്ടുകൊടുത്തേ. അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. വടക്കേത്തല 2,50,00,000 രൂപ. 2,50,00,000 ഒരു തരം. വടക്കേത്തല ശിവദാസ് 2,50,00,000 രൂപ. 2,50,00,000 രൂപ. 2,50,00,000 രണ്ട് തരം. 2,50,00,000 രൂപ. 2,50,00,000 രൂപ. 2,50,00,000 കോടി രൂപ. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കേത്തല 2,50,00,000 മൂന്ന് തരം.